ശക്തമായ പ്രതിഷേധം അവിടെ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും തത്സമയം. അതോടൊപ്പം തന്നെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം റിനു ശ്രീധർ ഉണ്ട്. ജലപീരങ്കി പ്രയോഗം പോലീസ് അവസാനിപ്പിച്ചിട്ടില്ല. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗത്തിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള യുവമോർച്ച സംഘം റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ജലപീരങ്കിയെ പ്രതിരോധിക്കുകയാണ്. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവരിൽ ചിലർ ബാരിക്കേഡുകൾക്ക് മറഞ്ഞിരുന്നു കൊണ്ട് ജലപീരങ്കിയെ നേരിടുകയാണ്. ഏതായാലും ശക്തമായി ഈ പ്രതിഷേധ പരിപാടികൾ യുവമോർച്ച പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ തത്സമയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് റിനു ശ്രീധർ, ഞങ്ങളുടെ പ്രതിനിധിയാണ്. റിനു, ഏതാണ്ട് 10-11 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവമോർച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള അവരുടെ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗം തുടരാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? കാരണം ഇപ്പോഴും ജലപീരങ്കി പ്രവർത്തിക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ പറയും. ജി.കെ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ LDF UDF-നെതിരെ കുറുവാ സംഘമെന്ന് ആരോപിച്ചുകൊണ്ടൊക്കെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഇവർ പിന്നോട്ടില്ല. യുവമോർച്ച പ്രവർത്തകരൊക്കെ തന്നെ നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യം? ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേരളത്തെ ഞെട്ടിച്ചിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്. ഇതിൽ കേരളം വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് മുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് ഓരോ ദിവസത്തെ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവരൊരു കുറുവാ സംഘമായിട്ട് കേരളത്തെ അപകടത്തിലേക്ക്, അഴിമതിയിലേക്ക്, അതിൻ്റെ കൂത്തരങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെയുള്ളതാണ് ഈ പ്രതിഷേധം. ഈ ഗവൺമെൻറ് രാജിവെക്കണം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ എല്ലാ തട്ടിപ്പുകളും നടന്നിട്ടുള്ളത്. പിണറായി വിജയൻ ഗവൺമെന്റ് രാജിവെക്കണം. ഏകദേശം 13 തവണയോളം ജലപീരങ്കി പ്രയോഗിച്ചു. നിങ്ങൾ പിന്നോട്ട് അവരുടെ വെള്ളം കഴിയുന്നത് വരെ ഇവിടെ സമരം ഉണ്ടാവും. ഞങ്ങൾ ആ പീരങ്കിയിലൊന്നും പിരിഞ്ഞു പോകാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ഇതാ കണ്ടോ, ഞങ്ങളെ ബാരിക്കേഡ് മറിച്ചിടും, അതിനപ്പുറത്തേക്ക് കിടക്കും. പോലീസിനും പിണറായിക്കും ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യണം. അതായത് ഇവർ പുറത്തേക്ക് കടക്കും, അതായത് ബാരിക്കേഡ് മറിച്ച് അപ്പുറത്തേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. പോലീസിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ. ജലപീരങ്കിയിൽ നിന്നുള്ള ജലം തീരുന്നതുവരെ പ്രതിരോധവുമായി ഇവിടെ തുടരും എന്നുള്ളതാണ്. അതിനുശേഷം ബാരിക്കേഡ് ഇപ്പോൾ ഏകദേശം ഒരു വരി ബാരിക്കേഡ് തകർത്ത് താഴേക്ക് ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രതിഷേധക്കാരുടെ. പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ. നിയമസഭയ്ക്ക് മുന്നിൽ നടക്കുന്ന നിയമസഭാ മാർച്ച്, യുവമോർച്ചയുടെ നിയമസഭാ മാർച്ച് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.